ഭിന്നശേഷിയുള്ള 3 മുതൽ 20 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് സാമൂഹ്യനീതി വകുപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. രോഗപീഠ കുറയ്ക്കാൻ സംഘടിപ്പിച്ച ക്യാമ്പ് തന്നെ കുട്ടികൾക്ക് ദുരിതമായി. രോഗനിർണയ ക്യാമ്പാണെന്ന് കരുതി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും തോളിലേറ്റി രാവിലെ തന്നെ ക്യാമ്പിലെത്തി. രജിസ്ട്രേഷനായി കുഞ്ഞുങ്ങളുമായി രക്ഷകർത്താക്കൾ കാത്തുനിന്നത് മണിക്കൂറുകൾ. എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ കുഞ്ഞുങ്ങൾ ഈ നേരം അത്രയും കുടിവെള്ളം പോലും കിട്ടാതെ വലഞ്ഞു. രാവിലെ തുടങ്ങിയ ക്യാമ്പിൽ ഒരു ഗ്ലാസ് ചായ അല്ലാതെ മറ്റൊരു ഭക്ഷണവും അധികൃതർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നില്ല. പല കുട്ടികളും തളർന്നു വീണു. സർക്കാർ വികലാംഗന് ഔദാര്യം ചെയ്യുകയാണ്. പക്ഷെ അവനെ കൊണ്ട് കഷ്ടപ്പെടുത്താവുന്നതിന്റെ പരമാവധി കഷ്ടപ്പെടുത്തിയാണ് അവർക്ക് ഔദാര്യം ചെയ്യുന്നത്. ഇത് എല്ലാവരെയും ഹോളിനകത്ത് കയറ്റിയിരുത്തി ഞങ്ങൾ ഇത്രയും നേരമായി ഒരു തരി വെള്ളം പോലും ഇവിടെയുള്ള ആരും കഴിച്ചിട്ടില്ല. ഈ വയ്യാത്തവർക്ക് വേണ്ടി ഗവൺമെന്റ് എന്തോ ചെയ്യുന്നത്? ഞങ്ങൾക്ക് വേണ്ടി ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. എന്നാ ഫണ്ട്? കുട്ടികളെ ചികിത്സിക്കാൻ ഡോക്ടർമാരും എത്തിയില്ല. കാരണം അന്വേഷിച്ചപ്പോൾ ക്യാമ്പിലേക്ക് ഡോക്ടർമാരെ അയക്കുന്ന കാര്യം മറന്നു എന്നായിരുന്നു ആരോഗ്യവകുപ്പ് അധികൃതരുടെ മറുപടി. ഓട്ടിസം അടക്കമുള്ള രോഗം ബാധിച്ച കുട്ടികളുമായി എത്തിയ മാതാപിതാക്കൾ നിറകണ്ണുകളോടെയാണ് ക്യാമ്പിൽ നിന്ന് മടങ്ങിയത്. മീഡിയ 1 ആലപ്പുഴ.